ADGP MR അജിത് കുമാറിനെതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്ന് DGPയുടെ റിപ്പോർട്ട്. സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച കാര്യങ്ങളിൽ തെളിവില്ലെന്നും റിപ്പോർട്ടിൽ. അതേസമയം തൃശൂർ പൂരം വിവാദത്തിൽ പ്രശ്നം പരിഹരിക്കുന്നതിൽ അജിത് കുമാറിന് വീഴ്ചയുണ്ടായെന്നും DGPയുടെ റിപ്പോർട്ടിലുണ്ട്. വിവരങ്ങളുമായി പ്രജിത് മോഹൻ ചേരുന്നു. പ്രജിത്ത്, ഈ PV അൻവർ MLA ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ല എന്നുള്ളതാണ് DGPയുടെ റിപ്പോർട്ട്. അതോടൊപ്പം തന്നെ തൃശൂർ പൂരം നടത്തിപ്പിൽ ADGPക്ക് വീഴ്ചയുണ്ടായി എന്നും റിപ്പോർട്ടിൽ പരാമർശമുണ്ടല്ലോ. കൂടുതൽ വിവരങ്ങൾ. ഒരേ സമയം ആശ്വാസവും തിരിച്ചടിയുമാകുന്ന റിപ്പോർട്ടാണ് ADGPക്കെതിരെ ഇപ്പോൾ DGP നൽകാൻ ഒരുങ്ങുന്നത് എന്നുള്ളതാണ്. ഈ റിപ്പോർട്ട് ഇപ്പോഴും അതിന്റെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് അന്വേഷണ സംഘത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതാണ്ട് 3 ദിവസമായി ഈ റിപ്പോർട്ട് പൂർത്തിയാക്കാനുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയാണ്. പ്രത്യേകിച്ചും സമയപരിധി അവസാനിച്ചിട്ടും നടപടികൾ വൈകിയപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോയിരിക്കുന്നത്. എന്നാലും നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഈ റിപ്പോർട്ടിൽ PV അൻവർ MLA ഉയർത്തിയിട്ടുള്ള ആരോപണങ്ങളിൽ പ്രത്യേകിച്ച് സ്വർണ്ണക്കടത്തുമായിട്ടുള്ള ബന്ധം, മാമി തിരോധന കേസിലെ ഇടപെടൽ, അതോടൊപ്പം തന്നെ അന്വേഷണങ്ങളൊക്കെ അട്ടിമറിക്കാൻ തുടങ്ങിയിട്ടുള്ള ആരോപണങ്ങൾ കഴമ്പില്ല എന്നുള്ളതാണ് DGPയുടെ കണ്ടെത്തൽ. ഇതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും രീതിയിലുള്ള തെളിവ് നൽകാൻ അൻവറിനോ തെളിവ് കണ്ടെത്താൻ അന്വേഷണ സംഘത്തിനോ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരം ആരോപണങ്ങൾക്ക് കാര്യമാത്ര പ്രസക്തിയില്ല എന്ന് പറയുന്നു. ഫോൺ ചോർത്തൽ പോലെയുള്ള ആരോപണങ്ങളിലും ഒരു തെളിവുകൾ നൽകാനോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ഒരു തെറ്റുകൾ ADGPയുടെ ഭാഗത്തു നിന്നുണ്ടായതായി അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതേസമയം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഈ ADGP റിപ്പോർട്ട് സമർപ്പിച്ച സമയത്ത് തന്നെ DGP നൽകിയ കവർ ലെറ്ററിൽ പറയുന്ന പോലെയുള്ള വിമർശനങ്ങൾ അദ്ദേഹം ഈ റിപ്പോർട്ടിലും നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രത്യേകിച്ച് ഈ പൂരം അലങ്കോലപ്പെടുന്ന സമയത്ത് അവിടെ ADGP MR അജിത് കുമാർ ഉണ്ടായിരുന്നു, IG-യും DIG-യും പോലുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നു. പക്ഷേ അതിൽ കൃത്യമായി ഇടപെടാനോ ആ പൂരം അലങ്കോലപ്പെടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനോ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയിട്ട് കൂടി അജിത് കുമാർ ശ്രമിച്ചിട്ടില്ല. അതിൽ വീഴ്ചയുണ്ടായി എന്നുള്ളതാണ് DGPയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ADGPക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് CPM-ലും LDF-ലും വലിയ രീതിയിൽ ആവശ്യങ്ങൾ ഉയർന്ന ഒരു സാഹചര്യമുണ്ട്. CPI പോലെയുള്ള സംഘടനകൾ ADGPക്കെതിരെ പ്രത്യക്ഷ നിലപാടിലേക്ക്, അതായത് പ്രത്യക്ഷമായി അദ്ദേഹത്തെ മാറ്റണം എന്നുള്ള പരസ്യ നിലപാടിലേക്ക് പോലും പോകുന്ന സാഹചര്യമുണ്ടായി. മുഖ്യമന്ത്രിയെ കണ്ട് ആവർത്തിച്ച് ഈ ആവശ്യം ഉന്നയിക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ തൃശൂർ പൂരം കലക്കലിൽ ADGPക്ക് വീഴ്ചയുണ്ടായി എന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ട് DGP മുഖ്യമന്ത്രിക്ക് സമർപ്പിക്കാൻ ഒരുങ്ങുന്നത്. ഈ റിപ്പോർട്ട് ലഭിക്കുമ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ ADGPക്കെതിരെ നടപടി ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മുഖ്യമന്ത്രിക്ക് പോകേണ്ടി വരും. പ്രത്യേകിച്ച് അദ്ദേഹത്തെ ആ സ്ഥാനത്ത് നിന്ന് നീക്കാനുള്ള സാധ്യതയൊക്കെ തന്നെയാണ് ഇപ്പോൾ എന്തായാലും തെളിഞ്ഞു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ ADGP ആരായിരിക്കണം എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ ആഭ്യന്തര വകുപ്പിൽ നടക്കുന്നു എന്നുള്ള വിവരവും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. നേരത്തെ വന്ന വാർത്തകൾക്കനുസരിച്ച് തന്നെ H. വെങ്കടേശനാണ് ഈ ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ സ്ഥാനത്തേക്ക് അടുത്ത പരിഗണന ലഭിക്കുക എന്നറിയുന്നത്. എന്തായാലും ഈ റിപ്പോർട്ട് ഇതുവരെ സമർപ്പിക്കപ്പെട്ടിട്ടില്ല. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ നൽകാൻ കഴിയും എന്നുള്ളതാണ് ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ആ റിപ്പോർട്ടിന് പുറകിൽ തന്നെയാണ് അന്വേഷണ സംഘമുള്ളത്. പകൽ മുഴുവൻ ആ റിപ്പോർട്ട് തയ്യാറാക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് അവർ പോകുന്നു. തുടർച്ചയായി യോഗങ്ങൾ ചേരുന്നു. കഴിയുമെങ്കിൽ ഇന്ന് സമർപ്പിക്കും, അല്ലെങ്കിൽ നാളത്തേക്ക് അത് മാറ്റിവെക്കുമെന്നുള്ളതാണ് ഏറ്റവും പുതുതായി വരുന്ന വിവരം. എന്തായാലും ഈ തിങ്കളാഴ്ചക്കുള്ളിൽ ADGPക്കെതിരെ നടപടി വേണമെന്നുള്ളതാണ് CPIയുടെ ശക്തമായ നിലപാട്. അത് പരസ്യ നിലപാടായി അവർ ഉന്നയിച്ചു കഴിഞ്ഞു. തങ്ങളുടെ പൊളിറ്റിക്കൽ ഇന്റഗ്രിറ്റി തന്നെ അതിന് മുന്നോട്ട് വെച്ച് അതിൽ സ്റ്റേക്ക് ചെയ്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ നിലവിൽ CPI ഇത്തരം രീതിയിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നത്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഒരുപക്ഷെ ഈ ADGPക്കെതിരെയുള്ള നടപടികളൊന്നും ഇല്ല എന്നുള്ളൊരു തീരുമാനം പോലും എടുത്താൽ ഒരുപക്ഷെ CPIക്ക് അത് വലിയ തിരിച്ചടിയാകും, നാണക്കേടാകും. എന്തായാലും നിലവിലത്തെ സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടിലേക്ക് മുഖ്യമന്ത്രി പോകാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് CPIക്കൊപ്പം RJD, NCP തുടങ്ങിയിട്ടുള്ള ഘടകകക്ഷികളും MR അജിത് കുമാറിനെതിരെ നടപടി വേണമെന്ന് മുന്നണിയിൽ ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. റിപ്പോർട്ട് കിട്ടിയാൽ നടപടി ഉണ്ടാകുമെന്ന് CPM സംസ്ഥാന സമിതിയിൽ മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ ഈ റിപ്പോർട്ടിൽ നിലവിലത്തെ പരാമർശങ്ങളുമായി വരുമ്പോൾ, പ്രത്യേകിച്ച് തൃശൂർ പൂരം കലക്കൽ ADGPക്ക് വീഴ്ചയുണ്ടായി എന്നുള്ള പരാമർശങ്ങളുമായി വരുമ്പോൾ നടപടി ഉണ്ടാകാൻ തന്നെയാണ് സാധ്യത. അതേസമയം PV അൻവർ MLA ഉയർത്തിയിട്ടുള്ള വളരെ ഗുരുതരമായ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ പോലെയുള്ള ആരോപണങ്ങളിൽ ADGPക്ക് ആശ്വാസവുമാണ്. ആ രീതിയിലുള്ള ഒരു നടപടികളിലേക്ക് പോലീസോ സർക്കാരോ പോകാത്തത് അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ചുമതലയിൽ നിന്ന് മാറ്റപ്പെടുകയാണെങ്കിലും ഒരു കൂടുതൽ വലിയ രീതിയിലുള്ള നടപടികളിലേക്കൊന്നും പോകാത്തൊരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. വിനോദ്.